അങ്ങനെ ഇത്തവണത്തെ പരീക്ഷാക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് യാത്ര ചെയ്തു തുടങ്ങുന്ന ആ ഒരു സമയമായി. കോട്ടയത്തു നിന്നും ഇടുക്കിയിൽ നിന്നുമൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യാത്ര പോകുന്ന ഒരു സ്ഥലമാണ് വാഗമൺ. വാഗമൺ അടുത്ത് അധികം സഞ്ചാരികളൊന്നും പോകാത്ത ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. വാഗമൺ പുള്ളിക്കാന റൂട്ടിലുള്ള നല്ലതണ്ണി വ്യൂ പോയിന്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പുള്ളിക്കാനത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലം പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും മൂടൽമഞ്ഞുമൊക്കെ ആയിട്ട് ഒരു കൊച്ചു സ്വർഗം തന്നെയാണ്. എന്നാൽ നമുക്ക് നല്ലതണ്ണി വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. ഇടുക്കി ജില്ലയിൽ മൂന്നാറിന് ശേഷം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് വാഗമണ്ണ്. വീക്കെൻഡ്സിലൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് വളരെ റഷായിട്ടുള്ള അവസ്ഥയാണുള്ളത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഹിഡൻ വ്യൂ പോയിന്റ്സ് വാഗമണ്ണിന് ചുറ്റുമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യൂ പോയിന്റാണ് നമ്മുടെ നല്ലതണ്ണി വ്യൂ പോയിന്റ്. നമ്മൾ വാഗമണിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് തന്നെ ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്നതാണ്. അങ്ങ് ദൂരെ കാണുന്ന ആ 3 മലകളുടെ ഇടയ്ക്കാണ് നമ്മളുടെ വ്യൂ പോയിന്റ് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇടതുവശത്ത് കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. നമ്മളിപ്പോൾ വാഗമണ്ണിൽ നിന്ന് നേരെ പുള്ളിക്കാനത്തേക്കുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പീസ്ഫുള്ളായിട്ട് അധികം ആളും തിരക്കൊന്നുമില്ലാതെ ബൈക്ക് റൈഡൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു റൂട്ടാണിത്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുള്ളിക്കാനത്ത് എത്താൻ പറ്റും. അവിടുന്ന് കാഞ്ഞാറ് പോകുന്ന റൂട്ടിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. പോകുന്ന റൂട്ടിൽ 2 സൈഡിലും ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഉള്ളത്. ആ ദൂരെ കാണുന്നതാണ് പുള്ളിക്കാനത്തെ പള്ളി. പോകുന്ന വഴിയിൽ ഇതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ തേയിലത്തോട്ടത്തിനകത്തോടെ ചെറിയ മൺവഴികളിലൂടെയൊക്കെ കയറി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. ഞങ്ങൾ റോഡിൽ വണ്ടി നിർത്തി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഓടി വന്നതാണ് ഈ 3 പേരും. ഇവന്മാരെ കാണാൻ എന്ത് ക്യൂട്ടാന്ന് നോക്കി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ ഓരോ ലയങ്ങളിൽ വളർത്തുന്ന പട്ടികളാണിത്. ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ഇണക്കമാണ്. ഇങ്ങനെ ഒരു വ്യൂ കാണുമ്പോൾ ഒരു പക്ഷേ കുറേ ആൾക്കാർക്കെങ്കിലും ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് കത്താനുള്ള ചാൻസ് ഉണ്ട്. ഈ അടുത്ത് ഇറങ്ങിയ എക്കോ സിനിമയിലെ മുക്കാലും ഭാഗങ്ങളും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. സിനിമയിൽ കേരള കർണാടക ബോർഡറിലെ വനമേഖല എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ വാഗമണ്ണും പുള്ളിക്കാനും ഒക്കെ തന്നെയാണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും കുറച്ച് നടന്നു വേണം ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട്. നമ്മൾ ഇവിടെ പോകുന്ന വഴിയിൽ കളരികാവ് ഭഗവതി ക്ഷേത്രം എന്നും പറഞ്ഞിട്ടൊരു ബോർഡ് കാണാൻ പറ്റും. അവിടെ നിന്ന് കാണുന്ന ഈ ഓഫ് റോഡ് വഴിയിലൂടെ നടന്നു വേണം മുകളിലേക്ക് പോകാനായിട്ട്. വണ്ടി കയറാതിരിക്കാനായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടത്തെ അമ്പലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഈ വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ നല്ലതണ്ണി വ്യൂ പോയിന്റിൻ്റെ ടോപ്പിലെത്താൻ പറ്റുക. അപ്പോൾ പോകുമ്പം അത്യാവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഒക്കെ കയ്യിലെടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ഡൈവേഷൻസ് ഒക്കെ കാണാൻ പറ്റും. എന്നാൽ അതിലോട്ടൊന്നും പോകാതെ നേരെയുള്ള വഴിയോടെ തന്നെയാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ വഴി തെറ്റാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു സ്ഥലങ്ങളിലേക്കൊന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നും വരുന്നതായിട്ട് കാണാറ് പോലുമില്ല. ഇപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമാണ് ഈ ഒരു സ്ഥലത്തേക്ക് കയറി പോന്നിട്ടുള്ളത്. ഇത്രയും നേരമായിട്ടും ഒരാളെ പോലും വേറെ കണ്ടിട്ടില്ല. കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കളരികാവ് ഭഗവതി ക്ഷേത്രം കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് കംപ്ലീറ്റ് പുല്ലുമേടുകളാണ്. അങ്ങനെ മരങ്ങളൊന്നും കാണാൻ തന്നെ ഇല്ല. പക്ഷേ ഇതുപോലത്തെ തെളിഞ്ഞ ക്ലൈമറ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. എന്നാൽ കോടമഞ്ഞൊക്കെ മൂടിക്കഴിഞ്ഞാൽ ഇവിടെ വഴി തെറ്റാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്ന വഴി പ്രത്യേകം നോട്ട് ചെയ്ത് വേണം പോകുവാനായിട്ട്. ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നൊരു ആപ്പുണ്ട്. നമ്മൾ ജിയോ ട്രാക്കർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ മാപ്പ് ഓൺ ചെയ്ത് നമ്മൾ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഴി തെറ്റാനുള്ള ചാൻസ് കുറയും. നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടായിരിക്കും ആ മാപ്പ് നമുക്ക് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ആ മാർക്കിങ് നോക്കിയിട്ട് നേരെ പോരുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്താലോ മഞ്ഞ് മൂടിയാലോ ഒന്നും നമുക്ക് വഴി തെറ്റില്ല.
കുറേ ദൂരം മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ പാറയുടെ സൈഡിലൂടെയാണ് നടന്നു പോകേണ്ടത്. ഇതിൻ്റെ ഒരു സൈഡിൽ വളരെ താഴ്ചയുള്ള കുഴിയാണ്. അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെ ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റും. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കർണാടകയിലെ നേത്രാവതി പീക്കിലേക്കൊക്കെ നടന്നു പോകുന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ പോലും ഏകദേശം അതിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള പുല്ലുമേടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പശ്ചിമഘട്ട മലനിരകൾക്ക് ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്ത ഭംഗിയാണ്. അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം വരുന്നത് നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയിലാണ്. വളരെ പ്രത്യേകതയുള്ള ഷേപ്പുകളിലാണ് ഇവിടുത്തെ ഓരോ മലനിരകളും ഉള്ളത്. അതിൽ തന്നെ എടുത്തു കാണത്തക്ക ഭംഗിയുള്ള ഒന്നാണ് ഇല്ലിക്കൽ കല്ല്. നമുക്ക് ഈ നല്ല തന്നെ വ്യൂ പോയിന്റിന്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ല് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് മുന്നോട്ടേക്ക് നടന്നു പോകാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷേ അങ്ങോട്ടേക്കൊന്നും വ്യക്തമായിട്ട് ഒരു വഴിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചൂടാണ്. അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ ക്ലൈമറ്റുമാണ്. അതുകൊണ്ട് നമുക്ക് ലോങ് വിസിബിലിറ്റി ഒക്കെ കിട്ടുമെങ്കിലും നല്ല ചൂടാണ് ഉച്ചയ്ക്കൊക്കെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ. ശരിക്കും ഒരു മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കോടയും ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു വൈബ് തന്നെയായിരിക്കും ഈ ഒരു സ്ഥലത്ത്. ഈ വ്യൂ പോയിന്റിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇല്ലിക്കലിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ആ മലയുടെ ഷേപ്പും ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് കാണിക്കുന്ന അത്ര ക്ലോസ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അത് കാണാൻ പറ്റും. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം വരുവാനായിട്ട്. ഈ സൈഡിൽ നിന്നൊക്കെ കാല് തന്നെ താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഒരുപാട് താഴ്ചയിലേക്കായിരിക്കും വീഴുക. വരുന്നവർ സ്വന്തം റിസ്കിൽ മാത്രം ഇങ്ങോട്ടേക്കൊക്കെ വരിക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ ട്രാവൽ വീഡിയോസ് ഒക്കെ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.